ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ നമ്മളുടെ പഞ്ചായത്ത് ഇലക്ഷൻ, അതായത് എന്താണ് പറയുന്നതിന് ഈ പഞ്ചായത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ അടുക്കുംതോറും നമ്മളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വലിയ തോതിലുള്ള എന്താണ് പറയുന്നത് ഓഫേഴ്സാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 1600 രൂപ ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്ന 2000 രൂപയാക്കി, റബ്ബറിൻ്റെ താങ്ങുവില കൂട്ടി, സ്ത്രീകൾക്ക് പ്രത്യേക ഒരു പാക്കേജ് 1000 രൂപ, അതായത് അർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പുണ്ട്. അതിനു മുമ്പ് തദ്ദേശ എന്താണ് പഞ്ചായത്തിലെ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഒരുപക്ഷെ ഡിസംബറിൽ തിരഞ്ഞെടുപ്പ് കാണും. അപ്പോൾ ആ ഇലക്ഷന് മുമ്പ് വൻതോതിലുള്ള ഓഫേഴ്സ് അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പരിപാടികൾ ഗവൺമെൻറ് നേരത്തെ മുതൽ ആസൂത്രണം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു എന്താണ് പറയുന്നത് പ്രഖ്യാപനങ്ങൾ നടത്തിയെന്നാണ് നമ്മളുടെ ഗവൺമെൻറ്റും ഗവൺമെൻറ്റിനെ നയിക്കുന്ന നമ്മളുടെ മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത്. ക്ഷേമ പെൻഷൻ കൂട്ടി, റബ്ബറിൻ്റെ താങ്ങുവില കൂട്ടി, അതുപോലെ വളരെ വലിയ പ്രഖ്യാപനങ്ങളുമായിട്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് നമുക്കറിയാം, ആസ് യൂഷ്വൽ, ബിസിനസ് ആസ് യൂഷ്വൽ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് അല്ലേ? കാരണം ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഓഫേഴ്സ് എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്നതാണ്, നമ്മുടെ കേന്ദ്രത്തിലുള്ളവരും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ കഴിഞ്ഞ ചില കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ നവംബർ 1 മുതൽ ഈ പറഞ്ഞ തീരുമാനങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ക്യാബിനറ്റിലാണ് ഈ തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിച്ചത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 1600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കിയിട്ടുണ്ട്. 400 രൂപയ്ക്ക് ഇൻക്രിമെൻ്റ് എല്ലാവർക്കും ഇനി ലഭിക്കും. അതിനുവേണ്ടി 13,000 കോടി രൂപ പ്രതിമാസം നീക്കി വച്ചിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ, അത് കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. കടമെടുപ്പ് വ്യവസായവും കടമെടുപ്പ് രാഷ്ട്രീയമൊക്കെ തന്നെയാണ് ഇവിടെ സ്ഥിരമായി നടക്കുന്നത്. കാരണം പ്രത്യേകിച്ച് വേറെ ഉത്തരവാദിത്വത്തിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. സബ്സിഡൈസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണല്ലോ കേരളം എന്ന് പറഞ്ഞാൽ. കാരണം പ്രത്യേകിച്ച് ഇവിടുത്തെ ജനപ്രതിനിധികൾക്കും നേതാക്കൾക്കും ഒന്നും കാര്യമായിട്ടുള്ള ഈ സം സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ അതുവഴി ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിച്ച് വ്യവസായവൽക്കരണം നടത്തി, അപ്പോൾ അതിനൊക്കെ ഇച്ചിരി മെനക്കെട്ടാൽ മാത്രമേ അതുപോലുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതിന് പകരം ഇതുപോലുള്ള ഈ ഷോർട്ട് കട്ട് മെതഡുകൾ എന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന, കേന്ദ്രം എന്ന് പറയുമ്പോൾ നമ്മൾ കേന്ദ്ര സംവിധാനം എന്നാണ് ഉദ്ദേശിക്കുന്നത്, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയല്ല ഞാൻ പറയുന്നത്. അതിപ്പോൾ കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ BJP ആയാലും മറ്റേത് പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നാലും ശരി, കേന്ദ്രത്തിൽ നിന്ന് കാരണം ഈ വെറുതെ കൊടുക്കത്തില്ല. കാരണം അതിനൊക്കെ ചില നിയമപരമായിട്ടുള്ള ചാനലുകളുണ്ട്, വ്യവസ്ഥകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതുവഴിയൊക്കെ ലഭിക്കുന്ന വഴികളെല്ലാം തേടി ആ വഴികളിൽ കൂടെ എല്ലാം കടമെടുപ്പും അല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തിക പാക്കേജുകളൊക്കെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാക്കി. പിന്നെ ഫോറിൻ റെമിറ്റൻസ് വേറൊരു വഴിയാണ്. പിന്നെ മെയിൻ വ്യവസായിയുടെ മദ്യവിൽപ്പന, ലോട്ടറി വിൽപ്പന, ഇല്ലേ, ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. ഓക്കെ, മദ്യവും ലോട്ടറിയും വിൽക്കുന്നത് പ്രത്യേകിച്ച് അതിനകത്തിൽ ജനങ്ങൾക്ക് ഈ കടമെടുത്ത് ക്ഷേമ പരിപാടികൾക്ക് വേണ്ടി വിതരണം ചെയ്യുന്ന പൈസ തിരിച്ചവരിൽ നിന്ന് കൈക്കലാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, വാല്യൂ ക്രിയേറ്റ് ചെയ്ത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എക്കോണമിയിൽ നിന്ന് നമുക്കതിനകത്ത് ഇപ്പോൾ ലോട്ടറി വിൽക്കുന്നത് പ്രൊഡക്റ്റീവ് എക്കോണമിയുടെ ഭാഗമാണ്, മദ്യം വിൽക്കുന്നത് പ്രൊഡക്റ്റീവ് എക്കോണമിയുടെ ഭാഗമാണ്? ഒരിക്കലുമല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കടമെടുപ്പ് രാഷ്ട്രീയം വളരെ
ഉഷാറായിട്ട് നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് പറഞ്ഞ നമ്മളുടെ ഭരിക്കുന്ന നേതാക്കൾക്ക്, ജനപ്രതിനിധികൾക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള തലപുകഞ്ഞാലോചിച്ച് ഈ സംസ്ഥാനത്തെ എത്രയും വ്യാവസായിക മേഖലയിലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും ഒക്കെ മെച്ചപ്പെടുത്താമെന്ന് തലപുകഞ്ഞാലോചിക്കേണ്ട വളരെ ഒരു ഇൻ്റലക്ച്വൽ പ്രോസസ്സിൻ്റെ ഒന്നും അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ എക്സസൈസിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. വളരെ റൂട്ടീനായിട്ട് കാര്യങ്ങൾ അങ്ങ് പൊക്കോളും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക്, സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക്, അതുപോലെ തന്നെ പെൻഷൻകാർക്കൊക്കെ DAയുടെ കുടിശ്ശിക ഒരു ഗഡു കൂടി നവംബറിലെ ശമ്പളത്തിനൊപ്പം നൽകും. പെൻഷൻകാർക്ക് ശമ്പളമില്ല, നവംബറിലെ പെൻഷൻ്റെ കൂടെ ആയിരിക്കും നൽകുന്നത്. അതുപോലെ തന്നെ നേരത്തെ ആശാ വർക്കർമാരുടെ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള കുടിശ്ശികയൊക്കെ കൊടുത്തു തീർക്കുന്ന പ്രഖ്യാപനമുണ്ട്, വാഗ്ദാനമുണ്ട്. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചില പ്രത്യേക പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകും. അതും പെൻഷനാണ്. അതുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, എലിജിബിൾ ആയിട്ടുള്ള യുവാക്കൾക്ക് സ്കോളർഷിപ്പ് പദ്ധതിയും ഒക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് വളരെ മോഡേൺ ഔട്ട്ലുക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും ഇതിനെയൊക്കെ നമ്മൾ അഭിനന്ദിക്കുക അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇതുപോലുള്ള ഈ എന്താണ് ഇക്കണോമിക് പോളിസീസ്, പ്രോഗ്രാംസ് ഒന്നും ലോകത്തിലെ ഒരു വികസിത രാജ്യങ്ങളും നടപ്പിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ, ഒരു സമൂഹത്തെ വളർത്തിയെടുക്കണം എന്ന് ആഗ്രഹിച്ച രാജ്യങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സമൂഹങ്ങളോ ഒക്കെ തന്നെ ഒരിക്കലും ഇത്രയും മെച്ചപ്പെട്ട സാമൂഹിക പരിഷ്കാരങ്ങളും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇത്രയും വിപ്ലവകരമായിട്ടുള്ള ഈ നയങ്ങളും ഒന്നും ഒരിക്കലും ഒരിടത്തും നടപ്പിലാക്കിയായിട്ട് നമുക്കറിയത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ല വേറെ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പ്രതിമാസം 1,00,000 രൂപയ്ക്ക് താഴെ വരുമാനമുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അതൊക്കെ വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട വിഷയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നില്ല. അവർക്ക് കണക്ട് വർക്ക് പദ്ധതി പ്രകാരം സ്കോളർഷിപ്പ്, കാരണം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷൻ സെക്ടറിലൊക്കെ, ഹെൽത്ത്, ഇതുപോലുള്ള സെക്ടറിലൊക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട കാര്യങ്ങളാണ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ, പിന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വ്യവസായത്തെ വളർത്താൻ അനുകൂലമായിട്ടുള്ള ഇക്കോസിസ്റ്റംസ് ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട മേഖലകളൊക്കെ തന്നെയാണ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, ലോ ആൻഡ് ഓർഡർ, ഇതൊക്കെ തന്നെയാണല്ലോ സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തിലൊക്കെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഏറ്റവും മോസ്റ്റ് മോഡേൺ എഡ്യൂക്കേഷൻ എല്ലാ വിഭാഗങ്ങൾക്കും എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അതിന് ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ ഉള്ളത് ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും. അതിന് നമ്മളൊരിക്കലും ഇഗ്നോർ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിനൈ ചെയ്യുകയൊന്നുമില്ല. എഡ്യൂക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല തന്നെയാണ്. ഹെൽത്ത് അതുപോലെ തന്നെയാണ്. ഹെൽത്തിനേക്കാളും ഒരു പക്ഷേ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മേഖല നമ്മൾ കൂടുതൽ വളരെ പരിഗണിക്കുകയും അതിനകത്തിൽ എത്രയും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നടത്താൻ സാധിക്കുക, അത്രയും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ. ഓക്കെ, ഇതെല്ലാം ഈ മറ്റു സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുക എന്നുള്ളൊരു അവസ്ഥകളുണ്ടാകും ചിലപ്പോൾ. 100 പേര് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അതിൽ നല്ലൊരു ശതമാനം ഒരു പക്ഷേ കേരളം വിട്ട് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലോ ഒക്കെ തന്നെ പോയി ജോലി ചെയ്യും. കാരണം ഇവിടെ ജോലി സാധ്യതയില്ലല്ലോ. ബെറ്ററായിട്ടുള്ള ജോലി സാധ്യതയുണ്ട്, പക്ഷേ ബെറ്ററായിട്ടുള്ള ഒരു വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ അനുവദിക്കുന്ന രീതിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ക്വാളിറ്റി ജോബ്സ് ഒന്നും ഇവിടെ ഉണ്ടാകുവാൻ സാധ്യതയില്ല. കാരണം അതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും ദശലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് അതർ സ്റ്റേറ്റ് എംപ്ലോയീസ് അല്ലെങ്കിൽ ലേബറേഴ്സ് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുന്ന. കാരണം ഇത്രയും ജോലി അവർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ എന്താ പറയുന്നത്
സെമി സ്കിൽഡ് എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും ലോ സ്കിൽഡ് ആയിട്ടുള്ള ജോബ്സ് ഇത്രയും ഉണ്ട്. അപ്പോൾ ഇത്രയും ഈ ലോ സ്കിൽഡ് ആയിട്ടുള്ള ജോബ്സ് ചെയ്യാൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ഒരിക്കലും അത് തയ്യാറാകത്തില്ല. അപ്പം എന്നിരുന്നാൽ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന സെക്ടറിനെ നമുക്ക് ഡിനൈ എന്താ അതിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക്. അതുകൊണ്ട് തീർച്ചയായിട്ടും എഡ്യൂക്കേഷനിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ രീതികളൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ്സിനെ അത് തീർച്ചയായിട്ടും എൻഹാൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ട് തന്നെ മാറും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ സാക്ഷരത, ഇതൊക്കെ ഈ എന്താണ് പറയുന്നത്, ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാംസ് ഒന്നും തന്നെ ഈ നമുക്ക് പ്രത്യക്ഷമായിട്ട് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കെന്ന് തോന്നുമെങ്കിൽ തന്നെയും ഇതൊക്കെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചൊരു എക്സ്പെൻഡിച്ചർ മാത്രമാണ്. എന്നുവെച്ചാൽ കിട്ടുന്ന പൈസ കടം മേടിക്കുക, ഇതുപോലുള്ള എക്സ്പെൻഡിച്ചേഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, ബാക്കി വൈറ്റലായിട്ടുള്ള സെക്ടേഴ്സിനൊന്നും തന്നെ സ്പെൻഡ് ചെയ്യാൻ കഴിയാതെ വരിക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ പെൻഷൻ കൊടുക്കുക, ഈ മുടങ്ങിക്കിടന്ന എന്താണ് പറയുന്നത് ഗഡുക്കൾ നൽകുക, പുതിയ പെൻഷൻ പദ്ധതികൾ ഉണ്ടാക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. അപ്പോൾ തീർച്ചയായിട്ടും പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് സാധ്യമാകുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാനുണ്ട്. അപ്പോൾ ഈ സാക്ഷരതാ പ്രേരക്മാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെയുള്ള കുടിശ്ശിക, എല്ലായിടത്തും കുടിശ്ശികയുണ്ട്, മനസ്സിലായല്ലോ. കൊടുക്കാതിരുന്ന ഒന്നുകൂടി കിടപ്പുണ്ട് എല്ലായിടത്തും കോടിക്കണക്കിന്. അപ്പോൾ അതൊക്കെ കൊടുത്തു തീർക്കും എന്നുള്ള വാഗ്ദാനമാണ്. നവംബർ 1 മുതൽ ഇതെല്ലാം പ്രാവർത്തികമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പ്രൈമറി ടീച്ചർമാരുടെ ആയമാരുടെയൊക്കെ പ്രതിമാസ വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോളേജിലെ ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം 2000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റബ്ബറിൻ്റെ താങ്ങുവില 200 രൂപ, ഇതിപ്പം നിലവിലെ 150 രൂപയാണ്. അതുപോലെ നെല്ലിൻ്റെ സംഭരണ വില 22.20 നിന്നും 30 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ എന്താ പറഞ്ഞിരിക്കുന്ന കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും, എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിന് കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ളത് കൊടുക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ആയിരിക്കും തോന്നുന്നത്. എന്നാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും. പൈസ അല്ലാതെ എന്തോ പദ്ധതി ആവിഷ്കരിക്കാനാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിന് ഫണ്ട് കേരളത്തിനെ ഫണ്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അത് ഔദാര്യമൊന്നുമല്ല, കാരണം നിയമപരമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ എന്താ ഭരണഘടനാപരമായിട്ടും ഒക്കെ നമുക്ക് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട എന്താണ് ഫണ്ട് ഓപ്ഷൻസുകൾ മാത്രമേ നമുക്കത് പ്രൊക്യൂർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും അല്ലേ, ആര് ഭരിച്ചാലും. അപ്പോൾ അതിൻ്റെ ലൂപ്പ് ഹോൾസ് എല്ലാം കണ്ടിട്ട് ഏതെല്ലാം രീതിയിൽ കൂടെ നമുക്ക് ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് കരസ്ഥമാക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ലോണുകളും ഒക്കെ തന്നെ എവിടുന്നെങ്കിലുമൊക്കെ നമുക്ക് ഒബ്റ്റൈൻ ചെയ്യാൻ കേന്ദ്രത്തിൻ്റെ അനുമതികൾ ഏതെല്ലാം വഴികൾ നമുക്ക് തേടാൻ സാധിക്കും, അങ്ങനെയൊക്കെ തന്നെയാണ് കേരളം സസ്റ്റെയിൻ ചെയ്തു പോകുന്നത്. പിന്നെ എക്സ്റ്റേണൽ റെമിറ്റൻസ് അത് വലിയൊരു ഘടകമാണ്. ഇതൊക്കെ തന്നെയാണ് കേരളത്തിൻ്റെ ശരിക്കുള്ള ഫണ്ടിങ് എന്താണ് പറയുന്നത്, ഫൈനാൻസിൻ്റെ അല്ലെങ്കിൽ റിസോഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല നമ്മൾ സ്വയമായിട്ട് നമ്മൾ വ്യാവസായികമായിട്ടും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു എക്കോണമി ആയിട്ട് സർപ്ലസ് വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് കേരളത്തെ കൊണ്ട് ഇത് സാധിച്ചിട്ടില്ല, മനസ്സിലായില്ല. നമ്മൾ ബേസിക്കലി ഒരു കൺസംഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്കോണമിയാണ്. നമ്മൾ കൺസ്യൂം ചെയ്യുകയാണ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആയിട്ടുള്ള ഒത്തിരി പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ കോൺസിക്വൻസ് നമ്മൾ ഒരു എന്താണ് പറയുന്നത് അത് സ്റ്റേറ്റ് ഒരു സംസ്ഥാനം എന്ന രീതിയിൽ നമ്മൾ ഇപ്പം തമിഴ്നാടിനെ പോലെയോ അല്ലെങ്കിൽ മറ്റതുപോലുള്ള സംസ്ഥാനങ്ങളെപ്പോലും നമുക്ക്, കാരണം നമുക്കറിയാം ഓരോ ദിവസം കഴിയുന്നതും തമിഴ്നാട്ടിലൊക്കെ വലിയ വലിയ കമ്പനികൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് തമിഴ്നാട്ടിലും കർണാടകത്തിലും മഹാരാഷ്ട്രയിലൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണ്. പക്ഷേ കേരളത്തിൽ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതായിട്ടുള്ള വാർത്തകളൊന്നും നമ്മൾ കേൾക്കുന്നില്ല. പഴയ ദിവസം ഇവിടെ നമ്മളുടെ വ്യവസായ മന്ത്രിയും വ്യവസായ മന്ത്രാലയത്തിൽ നിന്നൊക്കെ തന്നെ പലതരത്തിലുള്ള എന്താണ് പറയുന്നത് ഈ തട്ടിക്കൂട്ട് പരിപാടികളായിട്ട് നമ്മൾ വാർത്തകൾ കാണുന്നുണ്ട്. ആ ഹബ് ഉണ്ടാക്കും, ഈ ഹബ് ഉണ്ടാക്കും, മറ്റേ ഹബ് ഉണ്ടാക്കും, ഇടനാഴി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട്
ഭയങ്കര എന്താണ് പറയുന്നത്, ഈ ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര എന്താണ് പറയുന്നത് പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഈ വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്ക് വരുന്നതായിട്ട് നമ്മൾ ഒരു വാർത്തയുടെ ടൈറ്റിൽ പോലും നമ്മൾ കാണുന്നില്ല. പക്ഷേ തമിഴ്നാട്ടിൽ നമ്മൾ കാണുന്നുണ്ട്. വലിയ വലിയ കമ്പനികൾ, ഇന്ത്യയിലുള്ള കമ്പനികളും അതുപോലെ തന്നെ വിദേശ കമ്പനികളൊക്കെ തന്നെ വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ദിവസം നമുക്ക് ന്യൂസിൽ കാണാൻ സാധിക്കും. തമിഴ്നാട്ടിൽ 1000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇന്ത്യ കമ്പനി വന്നു, അല്ലെങ്കിൽ 800 കോടി, ഉദാഹരണത്തിന് ഞാൻ പറയണം, 800 കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് US കമ്പനി അല്ലെങ്കിൽ സൗത്ത് കൊറിയൻ കമ്പനി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസിൽ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെയുള്ള വാർത്തകളൊന്നും നമ്മൾ ഏതായാലും ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി രണ്ട് രീതിയിലായാലും നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളതോടെ ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ഇവിടെ ബിസിനസ് ചെയ്യാൻ ലോകത്തിന് മൊത്തം അറിയാം, ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്കോസിസ്റ്റം അല്ല ഇപ്പോഴും എന്നുള്ളത് വളരെ കൃത്യമാണ് എന്നുള്ള ഒരു പിന്നെ അങ്ങനെ ഒരു ഔട്ട്ലുക്ക് കേരളത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഇന്ത്യയിലുള്ള കോർപ്പറേറ്റ് സെക്ടറിനും ഉണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള പൊട്ടൻഷ്യൽ എൻ്റർപ്രണേഴ്സിനും ഉണ്ട്. പിന്നെ ലോകത്തുള്ള ആൾക്കാർക്കും ബിസിനസ്സുമായിട്ട് നടക്കുന്ന ലോകത്തുള്ള ആൾക്കാർക്കും കേരളത്തെക്കുറിച്ച് നല്ല, എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തീരെ അങ്ങ് ഈ ബിസിനസ് ഇല്ലെന്നോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മുടെ പൊട്ടൻഷ്യൽ തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഏത് സ്ഥലത്തിനും ഏത് പ്രദേശത്തിനും അതിനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ ആ പൊട്ടൻഷ്യലിനെ നമുക്ക് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് പൊളിറ്റിക്കൽ സിസ്റ്റവും പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ വേണം. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് താല്പര്യമുള്ളതല്ല, അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള ലീഡേഴ്സും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ ഇതൊക്കെ തീർച്ചയായിട്ടും എന്താ നമുക്ക് ഈ യാഥാർത്ഥ്യത്തിൽ നമുക്ക് കാണുവാനോ അല്ലെങ്കിൽ നമുക്ക് പ്രാവർത്തികമായിട്ടുള്ള മേഖലയിൽ പ്രാവർത്തികമാകുവാനൊക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ. അല്ല ഒരു രാജ്യവും ഒരു പ്രദേശവും സാമ്പത്തികമായിട്ട് വളർന്ന് ചുമ്മാ അത് സ്പോണ്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ ആകസ്മികമായിട്ടൊന്നും വളരുന്നൊന്നുമില്ല. ആരും ചുമ്മാ അത് ഒരിടത്തും കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യത്തുമില്ല. പ്രത്യേകിച്ച് നമ്മൾ കോർപ്പറേറ്റ് സെക്ടറിൽ നിന്നുള്ള ആരും ഒരിടത്തും വെറുതെ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള സിസ്റ്റവും, ലീഗൽ സിസ്റ്റം, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സിസ്റ്റം, കൾച്ചറൽ സിസ്റ്റം, മാൻ പവർ, ഹ്യൂമൻ റിസോഴ്സിൻ്റെ ആ മേഖലയിലുള്ള എന്നുവെച്ചാൽ വർക്ക് ഫോഴ്സിൻ്റെ കൾച്ചർ, ഇതൊക്കെ തന്നെ ഒത്തിരി പരിഗണനാ വിഷയമാണ്. അപ്പോൾ ഇതെല്ലാം വളരെ കണ്ടീസീവായിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ തീർച്ചയായിട്ടും ഒരു കോർപ്പറേറ്റ് ബിസിനസ് പോലും ഒരു സ്ഥലത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നാൽ മാത്രമേ നമുക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ടെക്നോളജി, ഇന്നത്തെ കാലഘട്ടത്തിൽ ടെക്നോളജി വരും. അപ്പോൾ ഇത് ഇന്നത്തെ ലോക, ഇന്നല്ല പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. പണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ടെക്നോളജി എന്താണോ അന്ന് അവർ ഉപയോഗിക്കുകയായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും ടെക്നോളജിയുടെ ഇൻവെസ്റ്റ്മെൻറ്റും രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഒരു പിന്നെ രാജ്യത്തിന്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സംസ്ഥാനമായാലും ഒരു സമൂഹത്തിന് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് വളരുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളും ഫെസിലിറ്റിയും അല്ലെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ, അവരുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ലീഡർഷിപ്പിൻ്റെ ഒക്കെ തന്നെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി, ഈ പറഞ്ഞ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയും ഗ്ലോബൽ ഔട്ട്ലുക്കും ഒന്നും ഇല്ലെങ്കിൽ അതൊന്നും സാധ്യമാകത്തില്ല. ഇങ്ങനെയുള്ള ഈ പിച്ച പരിപാടികൾ കൊണ്ട് പിന്നെ കാലം കഴിച്ചു കൂട്ടാന്നുള്ളത് വേറെ പ്രയോജനമൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ എന്നൊക്കെ പറയാം. കരാറുകാരുടെ കുടിശ്ശിക, അതുപോലെ തന്നെ സപ്ലൈകോയ്ക്ക് നൽകാനുള്ള കുടിശ്ശിക, ഇതൊക്കെ നൽകുമെന്ന് മുഖ്യമന്ത്രി, ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ PM-ശ്രീ പദ്ധതിയുടെ തുടർ നടപടികൾ നിർത്തിവെക്കാനും തീരുമാനമായിട്ട്, അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ വിഷയം പഠിക്കാൻ 7 അംഗ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചതായിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വിവാദമായിട്ടുണ്ട്. ഈ പറഞ്ഞ PM-ശ്രീ പദ്ധതി ആദ്യം സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രമായിട്ട് അത് കരാറിൽ ഒപ്പിടാൻ പോകുക എന്നുള്ള വാർത്തകളൊക്കെ വന്നു. അതിനുശേഷം പക്ഷേ വിവാദമായതിനു ശേഷമായിരിക്കാം ഇതൊരു ഈ മന്ത്രിസഭാ തലത്തിൽ നിന്ന് തന്നെ ഒരു 7 അംഗ ഉപസമിതിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് പഠിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് പഠിച്ച് തീർച്ചയായിട്ടും പഠനത്തിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്തിൽ ഒപ്പുവെക്കുന്നതുകൊണ്ട് സംസ്ഥാനത്തിന് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ദോഷമൊന്നും ഉണ്ടാകത്തില്ലെന്ന് ആകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇത് ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടാൻ വേണ്ടിയായിരിക്കും ഈ പറഞ്ഞ മന്ത്രിസഭാ ഉപസമിതിയുടെ രൂപീകരണവും ഈ പഠനവും ഒക്കെ തന്നെ. നമ്മളറിയാം ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചതാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിച്ച ഒരു സംസ്ഥാനം കേരളമായിരിക്കാം. കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളൊന്നും പഠനത്തിൽ നിൽക്കത്തില്ല. അവർ ആദ്യം ഇംപ്ലിമെൻ്റ് ചെയ്യും, പിന്നെ അത് വരുന്നിടത്ത് വെച്ച് അവർ മുമ്പോട്ട് അത് അതിനെ ഫേസ് ചെയ്ത്
അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു കാഴ്ച നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ സാമ്പത്തികമായും വ്യാവസായികപരമായിട്ടുള്ള അവരുടെ വളർച്ചയ്ക്ക് നമുക്ക് കാരണമായിട്ട് കാണുന്ന ഒരു കാഴ്ച അതാണ്. പക്ഷേ കേരളത്തിൽ പഠനം മാത്രമേ ഉള്ളൂ. പഠനത്തിൻ്റെ റിസൾട്ട് ആണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ തന്നെ വളരെ നല്ല മെച്ചപ്പെട്ട വാഗ്ദാനങ്ങളാണ്. അത് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇലക്ഷനൊക്കെ വരുമ്പോൾ മാത്രമേ ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ കാണത്തുള്ളൂ എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മൾ തീർച്ചയായിട്ടും ഇനിയും പ്രതീക്ഷിക്കാം. ഇനിയും നിയമസഭാ ഇലക്ഷൻ അടുത്ത വർഷം വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിയമസഭാ ഇലക്ഷന് 1-2 മാസം മുമ്പ് ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ കൂടുതലായിട്ട് നമുക്ക് കാണുവാനും കേൾക്കുവാനും, അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഇതുപോലുള്ള പരിപാടികളുമായിട്ട് ഇവിടെ ഉള്ള ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇനിയും വരും. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമാണ്, അല്ല രാഷ്ട്രീയത്തിൻ്റെ രീതികളാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്നും ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ നമുക്ക് ഇതിൽ നിന്നും ഒപ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാനൊന്നും നമുക്ക് കഴിയില്ല. ഇതൊക്കെ തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇതൊക്കെ തന്നെയാണ് പരിപാടി. പക്ഷേ ചില സംസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ വ്യാവസായികപരമായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെയുള്ള മെച്ചപ്പെടുത്തലുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും വൻതോതിലുള്ള അല്ലേ വ്യാവസായികമായിട്ടുള്ള വളർച്ചയും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ തന്നെ ഇൻവൈറ്റ് അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് നേടിയെടുക്കുവാൻ അവർ തീർച്ചയായിട്ടും പ്രതിജ്ഞാബദ്ധരാണ്. അവരതിനുള്ള വേലകൾ ചെയ്യുന്നുണ്ട്. അതിനുള്ള സിസ്റ്റം അവരുണ്ടാക്കിയിട്ടുണ്ട്. കാരണം കറപ്ഷനും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലായിടത്തും എപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ പൊളിറ്റിക്സ് എല്ലായിടത്തും ഏകദേശം മോറൽ സെയിം ആണ്. പക്ഷേ എന്നാൽ തന്നെയും ചില സംസ്ഥാനങ്ങളിൽ ഇത്രയും വ്യത്യാസം കാണുന്നത് അവിടുത്തെ ജനങ്ങളിൽ നമ്മൾ കാണുന്ന വ്യത്യാസമായിരിക്കാം എന്നല്ലാതെ നമുക്ക് മറ്റൊന്നും ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഏതായാലും ഈ വാഗ്ദാനങ്ങളൊക്കെ തന്നെ നല്ലതാകട്ടെ. കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ ക്ഷേമവും പുരോഗതിയൊക്കെ ഉണ്ടാകട്ടെ. പക്ഷേ തീർച്ചയായിട്ടും ഈ കടമെടുത്ത് നമ്മൾ സംസ്ഥാനം എത്ര നാൾ മുന്നോട്ട് പോകും എന്നറിയില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ